പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത്രയും പാടില്ലായിരുന്നു. പക്ഷെ ഓടലക്ക് ഗുദാമിന്റെ അകത്ത് കയറാൻ പറ്റ പാടേ. നമുക്ക് ഒളിവിൽ കഴിയാൻ ഇതിലും പറ്റിയ സ്ഥലം വേറെ ഏതടാ? സംഗതിയൊക്കെ ശരി തന്നെ, പക്ഷെ തല വെക്കാൻ എന്ത് ചെയ്യും? 2.5 മണിക്കൂർ ബാംഗ്ലൂർ മേലുണ്ട്. തല വെക്കാൻ അത് മതിയാവോ? തമാശ പറയല്ലേ. ഇനി വിശപ്പ് മാറ്റാൻ എന്ത് ചെയ്യും? ഭക്ഷണം കഴിച്ചാ മതി. എടാ വാ കീറിയിട്ടുണ്ടെങ്കിൽ ദൈവം നേരെ തരും. കിടന്നുറങ്ങാൻ നോക്ക്. മണ്ണര ആവാതിരുന്നാ മതിയായിരുന്നു. ഇതാണ് നമുക്ക് പറ്റിയ സ്ഥലം. നമുക്ക് അടിച്ചു പൊളിക്കാം. പൊളിക്കാനൊന്നും പറ്റില്ല. ഇതിന്റെ അപ്പൂപ്പൻ പണിക്ക് ബംഗ്ലാവാ. ആരാണ്ടൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടടാ. ഭാവി എന്നിടം പാതാളെന്നാ പറഞ്ഞു കേട്ടേക്കണം. എടുത്തോ, ഇടിച്ചോ, ഓടിക്കോ. ഞാനുണ്ട്, ചാടിക്കോ. വരൂ, ശരി വരൂ. എങ്ങനെയുണ്ട് നമ്മുടെ കോൺഫറൻസ് ഹാൾ? ആ സാധനങ്ങളെല്ലാം ഒരു ഭാഗത്ത് അടുക്കി വെച്ചേക്കും. ഈ മേശയും കസേരയും എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തേ. ഇവരിതെന്തിനുള്ള പുറപ്പാടാ? വൈസന്മാരുടെ സംസ്ഥാന സമ്മേളനം തോന്നണേ. എല്ലുപിടിക്കാര് കാണണ്ട. ഇവിടെ നിങ്ങൾക്കാർക്കും യാതൊരു നിയന്ത്രണങ്ങളുമില്ല. ഇഷ്ടത്തിന് തിന്നാം, കുടിക്കാം, ആടാം, നിക്കറോ? ആരുടെ നിക്കറല്ലടാ, ലിക്കർ. സംസ്ഥാന സമ്മേളനമല്ല, വൈസന്മാരുടെ ക്യാമറ എന്ന തോന്നണേ. വയസ്സന്മാരടിച്ച് പൊളിക്കണല്ലടാ. കൊതിയാവണു വയസ്സനാകാനോ? ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു. എല്ലാവർക്കും ഇരിക്കാം. ചിക്കൻ പൊറോട്ട. ചിക്കന്റെ കാര്യത്തിൽ ഈ പൊറോട്ട തിന്നുന്ന പൊറോട്ടയുടെ കാര്യം ഞാൻ പറഞ്ഞത്. എല്ലോ പട്ടിയുടെ മുമ്പിൽ തന്നെ വീണു. ഓടാടുന്നു. ഒരു തരി മാംസം പോലും ഇല്ല. ഇവനാരുടെ ക്ലീനിങ് മെഷീനോ? അങ്ങോട്ട് വലിച്ചു തരടാ. ഇവിടെ നോക്കിയാണ് അസ്ഥി എറിയുന്നത്. ഞാനെന്നാ ഉன்னுடைய വേസ്റ്റ് ബോക്സാ? ഞാൻ എറിഞ്ഞെന്ന കുറെ നേരമായി ഞാൻ ഇതിനകത്തുനിന്ന് ഒരു ദിവസം മാംസം കടിച്ചെടുക്കാൻ പറഞ്ഞ പാട്. ഒരു ഐഡിയ. എന്താ? നമുക്ക് ഇവരെ പോവച്ച് പുറത്തടിച്ചാലോ? അതിന് പോക്കാനൊന്നും ഇല്ലല്ലോ. അവരെ തമ്മിലടുപ്പിച്ച് പുറത്തടിച്ചാലോ? അതിന് വഴിയുണ്ട്. ഇത്ര വലിയ കല്ലോ പെട്ടെന്ന് വൃത്തിയാടിക്കാൻ ഇത് എന്നെ വേണം. ഉന്നം തട്ടല്ലേ? ഓ, അത് നിനക്ക്. പരട്ടപ്പെട്ടത് എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. എന്നാ എന്നോട് കളിച്ചാൽ ഇങ്ങനെ. ഒന്നും വടിയ എന്ന് തോന്നണേ. Yes. What do you want? എന്താ ചിരിക്കാൻ വന്നാണോ? അല്ല, ഈ അഡ്മിഷൻ കാർഡ് ശരിക്കും വേണോ? എന്താ നിങ്ങൾക്ക് കാർഡില്ല? ഇയാളുടെ കയ്യിൽ കാർഡില്ല. നിങ്ങൾക്കും കാർഡില്ലേ? എന്റെ കയ്യിൽ കാർഡില്ല, പക്ഷെ ഇയാളുടെ കയ്യിലും കാർഡില്ല. അപ്പോ രണ്ടുപേരുടെ കയ്യിലും ഇല്ല. ഇല്ല. എന്താ പേര്? ഞാൻ നായർ, KP നായർ. ഇത് ഡാനിയൽ. ഡാനിയൽ എം ഡിസൂസ ഫ്രം പരപ്പനങ്ങാടി. കാർഡില്ലാത്തവർക്ക് അഡ്മിഷൻ കൊടുക്കാൻ നിവൃത്തിയില്ല. ഞങ്ങള് നാട്ടിൽ വളരെ ഫേമസാ. സംശയം ഉണ്ടെങ്കിൽ അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും കോടതിയിലൊക്കെ വേണ്ടപ്പെട്ടവരാ ഞങ്ങൾ. അതുകൊണ്ടായില്ല. ഇവിടെ ആർക്കും നിങ്ങളെ അറിയില്ലല്ലോ. എനിക്കറിയാം. ഇവരെ രണ്ടുപേരെയും എനിക്ക് നന്നായിട്ട് അറിയാം. നാട്ടിലെന്റെ അടുത്ത വീട്ടുകാരെ ഇവര്. അതെ അതെ, ഞങ്ങൾക്ക് എത്രയും വേണ്ടപ്പെട്ടവരാ. ഇവിടുത്തെ ഫോർമാലിറ്റീസ് കുട്ടി വിചാരിച്ച ചെയ്യാവുന്നതുള്ളൂ. ഇത്രയും ദൂരം വന്നതല്ലേ, ഇവരുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കാം. പ്ലീസ്. ഞാൻ മാനേജ്മെന്റുമായി ഒന്ന് ആലോചിക്കട്ടെ. പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട്. താങ്ക് യു മോളെ. ഗോഡ് ബ്ലസ്സട്ടെ. നിങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത് എനിക്ക് തീരെ സഹിക്കാനാവില്ല. വീണ്ടും കാണാട്ടോ. ഏതാടാ ആ സാധനം?
മിസ് ഹേമയുടെ പ്രത്യേക താല്പര്യത്തിൽ മാനേജ്മെന്റിന്റെ പെർമിഷനോടുകൂടി മിസ് നായർക്കും മിസ് ഡാനിയലിനും അഡ്മിഷൻ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രേം, ഇനി നമുക്ക് റൂം ചാറ്റിംഗിലേക്ക് കടക്കാം. സ്ത്രീകളെല്ലാം മുകളിലത്തെ നിലയിലേക്ക് പോകേണ്ടതാണ്. പ്ലീസ് ടേക്ക് ദം. നമ്മളല്ല ലേഡീസാ. റൂം നമ്പർ 125, മിസ്റ്റർ ശാന്തസുന്ദരം. മിസ്റ്റർ ശാന്തസുന്ദരത്തോടൊപ്പം മിസ്റ്റർ പാച്ചു പ്ലാന്റേഷൻ. ഹലോ ഹലോ. പ്ലീസ് കം. റൂം നമ്പർ 121, റിട്ടയർഡ് ജഡ്ജ് മിസ്റ്റർ ഗോദവർമ്മ. മിസ്റ്റർ ഗോദവർമ്മയോടൊപ്പം മിസ്റ്റർ KP നായർ. ബെസ്റ്റ് കോമ്പിനേഷൻ ജഡ്ജിയുടെ കൂടെ ഒരു കള്ളൻ. എനിക്ക് തലോറ്റിൽ തുടങ്ങിയതാ. ഹലോ ഹലോ, കമാൺ പ്ലീസ് കം. കമാൺ. എന്നെ കൊല്ലം കൊണ്ടുപോകണോ? എന്നെ കുറിച്ചൊന്നും പറഞ്ഞേക്കല്ലേ. റൂം നമ്പർ 127, മിസ്റ്റർ ഡാനിയൽ. മിസ്റ്റർ ഡാനിയലിനോടൊപ്പം മിസ്റ്റർ ഫൽഗുനൻ. എവിടെ എവിടെ? ദൈവമേ, അവനെ കൊല്ലാനാ കൊണ്ടുപോയത്. എന്നെ എന്തിനാണാവോ കൊണ്ടുപോണത്? മാർഗരറ്റ് പറയുന്നതിലും കാര്യമുണ്ട്. ബാക്കിയുള്ളവരൊക്കെ മുറികളിലേക്ക് പോയി കഴിഞ്ഞു. നിങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ പ്രശ്നം ഉണ്ടാക്കും. എല്ലാവർക്കും ഒരേ മാതിരിയുള്ള സൗകര്യം എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് മാത്രം എന്തത്ര പ്രത്യേകത? ഓ, ഒരു ഭാഗീരഥി തമ്പുരാട്ടി. നോക്കൂ, ഞാൻ നിങ്ങളോട് വഴക്കടിക്കാൻ വന്നൊന്നുമല്ല. എനിക്ക് വേണ്ടത് എന്താണെന്ന് ആപ്ലിക്കേഷൻ അയക്കുമ്പോഴേ ഞാൻ എഴുതിയിരുന്നു. അതെ, തനിച്ച് മുറി വേണമെന്നും എന്നും രാവിലെ അമ്പലത്തിൽ പോകാനുള്ള പെർമിഷൻ വേണമെന്നും ഇവര് പ്രത്യേകം എഴുതിയിരുന്നു. കാഴ്ചക്കുറവുള്ളത് കൊണ്ട് കുട്ടിയെ കൂടെ കൊണ്ടുവരാൻ എനിക്ക് അനുവാദം തന്നിരുന്നല്ലോ. ഇവര് കൊണ്ടുവന്നതുകൊണ്ട് ഞാനും കൊണ്ടുവന്നു. നീ മോടി. എന്റെ മുറി ഏതാ? വരൂ, കാണിച്ചു തരാം. ശാന്തസുന്ദരം, ശാന്തനായ സുന്ദരം, റിട്ടയർഡ് പോലീസ് ഓഫീസർ ഫ്രം കാലിക്കറ്റ്. അതെ, എന്നെ കുറിച്ച് എല്ലാം അറിയാമല്ലോ. അറിയാം, പക്ഷെ എന്നെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? പാച്ചൂസ് പ്ലാന്റേഷൻസ് ഫ്രം ടിച്ചൂർ. 3 വർഷം പ്രാന്താശുപത്രിയിൽ കിടന്നിട്ടും ഭ്രാന്ത് മാറാത്ത വട്ടൻ. വീട്ടുകാർക്ക് ശല്യമായപ്പോൾ എന്നെ 1 മാസത്തേക്ക് ഇങ്ങോട്ട് അയച്ചതാ. തമാശക്കാരനാണല്ലേ? തമാശക്കാരന്റെ ഒപ്പൻ. എന്താ എന്നെയോ എന്താ നിങ്ങൾ കാണിക്കുന്നത്? വട്ട്, മുഴുവട്ട് നിന്നെ ഞാൻ കൊല്ലും. അയ്യോ എന്താ? അല്ലെങ്കിൽ ഞാൻ പറയുന്നതനുസരിക്കണം. എന്തുവേണമെങ്കിലും അനുസരിക്കാമേ. ഞാൻ വട്ടനാണെന്നുള്ള വിവരം ഇവിടെ ആരും അറിയരുത്. ഇല്ലേ? അറിഞ്ഞാൽ ഒന്ന് തന്നെ തട്ടും. നിനക്ക് ഓട്ടം തൊഴിൽ അറിയാമോ? അറിയില്ല, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. അറിയണം. കൊള്ളടാ. സത്യം എനിക്ക് അറിയില്ല. ഞാൻ കാണിച്ചു തരാം. അറിയില്ല. ഞാൻ കാണിച്ചു തരാം. എന്നാൽ ഇനിയൊരു കഥയുര ചെയ്യാം, എന്നുടെ തലയിൽ തോന്നിയ പോലെ. എന്നുടെ തലയിൽ തോന്നിയ പോലെ. ഞാനിനിയൊരു കഥയുര ചെയ്യാം, എന്നുടെ തലയിൽ തോന്നിയ പോലെ. വായനാശീലമുണ്ടോ? വല്ലപ്പോഴും വായിക്കണം, ഒരുപാട് വായിക്കണം. വായിക്കാൻ ഞാൻ ഈ നിലയിലെത്തിയത്. ഇയാൾ വായിക്കാറുണ്ടോ? പിന്നെ എങ്ങനെയുള്ളതാണ് വായിക്കാറ്? ഞാൻ സാധാരണ തബലയിൽ വായിക്കാറ്, പിന്നെ ഇടക്കിടക്ക് കൊങ്കോട്ടറും വായിക്കും. അതല്ല ചോദിച്ചത്. അതായത് പുസ്തകങ്ങൾ. മാക്സിമം ഗോർക്കിയുടെ അമ്മ വായിച്ചിട്ടുണ്ടോ? അത് അയാളുടെ അമ്മയടുത്ത് ചോദിക്കണം. നോ നോ നോ, മാക്സിമം ഗോർക്കിയുടെ അമ്മ എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഈ ജോലി തിരക്കിനിടക്ക് സമയം കിട്ടണ്ടേ ചേട്ടാ? ഇയാളോടൊന്നും പറഞ്ഞ കാര്യമില്ല. കുറ്റി വായിക്കണം. ഉദാഹരണമായി ഹിറ്റ്ലറുടെ അന്നാ കരീന. ഓ, അതാണ് വായിക്കേണ്ടത്. ചൂട് ചായ കുടിച്ച് അണ്ണാക്ക് കരിഞ്ഞൊരു നീനയുടെ കഥ അന്നാ കരീന. ആറ്റൻബറോയുടെ ജിറാസി പാർക്ക്, അത് വായിക്കണം. പണ്ടൊരു പാർക്കിൽ വെച്ചൊരു പ്രണയ ജോഡികൾ വേർപിരിഞ്ഞ കഥ. ഹിറ്റ്ലറുടെ ശാകുന്തൾ, ഒരുപാട് തള്ളി ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ശാകുന്തൾ ഇതുപോലൊരു തള്ളി ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ലേ. താജിക്ക് ഞാൻ ഒരു പുസ്തകം തരാം. വായിക്കണം, പഠിക്കണം, പ്രാക്ടിക്കൽ ആക്കണം. താങ്ക് യു. എന്ത് വൃത്തിയാണ് കാണിക്കുന്നത്? കിളവനാണെങ്കിലും മനസ്സിലേക്ക് പോകാം. ഞാൻ ഇപ്പൊ കംപ്ലൈന്റ് ചെയ്യും. ഇത് കണ്ടോ? അയ്യേ, ഈ കാമശാസ്ത്ര ബുക്കാണ് പിള്ളേർ കൊടുക്കുന്നത്. കുട്ടി കംപ്ലൈന്റ് ചെയ്യണ്ട. കരയണ്ട കൊണ്ട് ഞാൻ കൊണ്ടാക്കാം. ഇടപോട്ടെ, ഇതാണ് പിള്ളേർക്ക് വായിക്കാൻ കൊടുക്കുന്നത്. കിട്ടിയിട്ടുണ്ട്. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഡിന്നർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നമുക്കൊരാളെ പരിചയപ്പെടാം. നിങ്ങളൊക്കെ ഇവിടെ ഒന്നിച്ചു കൂടാനും ഞങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുവാനും അവസരമുണ്ടാക്കിയ ആ വലിയ മനുഷ്യനെ, മിസ്റ്റർ ബാലു. താങ്ക് യു. വി ആർ റിയലി ഹാപ്പി. നോ നോ നോ, നന്ദി പറയേണ്ടത് ഞാനാണ്.
നിങ്ങളോടൊക്കെ. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള നിങ്ങളൊക്കെ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് എന്റെ ഒരു ആഗ്രഹം സഫലീകരിക്കാനാണ്. പ്രായം ചെന്ന എന്റെ അച്ഛനും അമ്മയും ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ അമ്മാവിന്റെ വീട്ടിൽ വേല ചെയ്ത് തളർന്നു മരിച്ചപ്പോ ഞാനൊന്നും ആയിരുന്നില്ല. ഇന്നെനിക്കെല്ലാം ഉണ്ട്. പണമുണ്ട്, പ്രശസ്തിയുണ്ട്. എന്നാൽ സ്നേഹിക്കാനോ സ്നേഹിക്കപ്പെടാനോ എനിക്കാരുമില്ല. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടുപോയ നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്നേഹത്തിനും പരിചരണത്തിനും വേണ്ടി വീർപ്പൂട്ടുന്ന നിങ്ങൾക്ക് ഒരു മാസമെങ്കിൽ ഒരു മാസം എന്നെ കൊണ്ടാവുന്ന ചെയ്യാമല്ലോ. അച്ഛനമ്മമാരുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ഈ സ്ഥാപനം നിങ്ങൾക്ക് വേണ്ടി ആരംഭിച്ചു. എല്ലാരും സഹകരിക്കുക. എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാ. ഒരു മകനെ പോലെ എന്നെ കാണുക. ഇനി നമുക്ക് ഡിന്നർ ആരംഭിക്കാം. ക്യാരി ഓൺ. Come on, come on. ഇങ്ങോട്ട് വരൂ. കഴിക്കൂ. അയ്യോ, കഴിക്കൂ. കൊടു. ഡാർലിംഗ്, നന്നായി കഴിക്കൂ ഡാർലിംഗ്. വരൂ, ഒരു കോളുണ്ട്. ഹലോ, അതെ. നാളെ രാവിലെ മോർണിംഗ്. ഓക്കെ, നോ പ്രോബ്ലം. താങ്ക് യു. എവിടുന്നാ? ബോംബെന്നാ. അഡ്മിഷൻ കൊടുത്ത 2 പേരാ. മിസ്സസ് ആൻഡ് മിസ്റ്റർ സുന്ദരേശൻ നായർ. നാളെ രാവിലെ വരുന്നെന്ന്. ഓ, എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ? ജഡ്ജി സാർ, ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഇയാൾ മാറാട്ടത്തിന് ശിക്ഷ വല്ലതുണ്ടോ? കൊള്ളാം. ശിക്ഷയുണ്ടോന്ന് ഞാൻ സർവീസിൽ ഇരിക്കുമ്പോ ഏതാണ്ട് ഒരു 10 പേരെ ശിക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഒരുത്തനെയെങ്കിലും എന്റെ കയ്യിൽ കിട്ടിയാൽ വധശിക്ഷയ്ക്ക് വരെ ഞാൻ ശുപാർശ ചെയ്യും. അത്രയ്ക്ക് വേണോ? എന്തൊരു വഞ്ചനയാണ് ഇയാൾ മാറാട്ടം. അതെ, വലിയ പാപമാണ്. അതിരിക്കട്ടെ, എന്താ മിസ്റ്റർ നായർക്ക് ഇക്കാര്യത്തിൽ ഇത്ര വലിയ താല്പര്യം? അറിയാത്ത കാര്യങ്ങൾ വിവരമുള്ളവരോടല്ലേ ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റൂ. തീർച്ചയായും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. അതാണ് എന്റെ ആരോഗ്യത്തിന് നല്ലത്. ഈശ്വര, സമയം വളരെയായി. മിസ്റ്റർ നായർ, നമുക്ക് ഉറങ്ങാം. വേണ്ട സാർ, എനിക്കിനി ഉറക്കമില്ലാത്ത രാത്രികളാണ്. അതെന്താ? വ്രതമാണ്. കണ്ണെടുക്കലെല്ലാം തെറ്റും. ഗുഡ് നൈറ്റ്. എനിക്ക് വേണ്ട സാർ. ഈ കാലം ഞങ്ങൾക്കുള്ള കയറായിട്ടാണോ വന്നിരിക്കുന്നത്?
Hello. I am Sundaresan Nair from Kalayanda God Farm, Bandra, Bombay. Pin code 400050. My telephone number is 67872. Another number 8767005. My pager number 8. വെൽക്കം സർ. Okay. പ്ലീസ് കം. Okay. Our luggage? It's okay. ഒന്നിച്ചൊരു കുടുംബം പോലെ ഒരു ദിവസം നമ്മൾ ഇവിടെ പിന്നിട്ട് കഴിഞ്ഞു. ഇന്ന് നമുക്ക് പുതിയ 2 അംഗങ്ങളെ പരിചയപ്പെടാം. വെൽക്കം മിസസ് ആൻഡ് മിസ്റ്റർ സുന്ദരേശൻ നായർ. എന്റെ ഭഗവതി, സന്യസിക്കാനെന്നും പറഞ്ഞു പോയ മനുഷ്യൻ ഇപ്പൊ പെണ്ണും കെട്ടി തിരിച്ചു വന്നിരിക്കുന്നു. ചേട്ടാ, എന്റെ സുന്ദരേശൻ ചേട്ടാ, ചേട്ടാ, എന്റെ ചേട്ടാ, ഇത് കോൾ ഹേ. ചേട്ടാ, ചേട്ടന്റെ പങ്കജവല്ലിയാ ഞാൻ, ചേട്ടന്റെ കുസുമവല്ലിയാ ഞാൻ. कौन वाली, किस वाली, कितना वाली, हम आपके हैं कौन? खबरदार, समाजी. എന്റെ ഭഗവതി, എന്റെ ചേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? चुप, पागल, ध्यान दे. മേഡം, അടാവും തോന്നുങ്കോ. അടവോ? നിന്റെ അടവൊന്നും ഇവിടെ എന്താ നിങ്ങൾ തമ്മിൽ പ്രശ്നം? ഇതെന്റെ ഭർത്താവാ. അല്ല, എന്റെ ഭർത്താവാ. मैडम, ഞാൻ ഇവരുടെ ഭർത്താവാ. ഈ ക്യാമ്പിന് പുറത്ത് നിങ്ങൾ ആരായിരുന്നു എന്നത് ഇവിടെ പ്രശ്നമല്ല. എന്നാൽ ഇവിടെ ആരും ആരുടെയും സ്വന്തമല്ല. എല്ലാവരും ഒന്നാണ്. ഇവിടുത്തെ നിയമങ്ങളും രീതികളും അനുസരിച്ച് കഴിയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് തിരിച്ചു പോവാം. അല്ലാത്തവർക്ക് അവരവരുടെ മുറികളിലേക്ക് പോവാം. എന്റെ റൂം ഏതാ? മീര, ഇദ്ദേഹത്തെ മുറി കൊണ്ടാക്കൂ. ചേട്ടാ, എടീ മൂദേവി, നീ ഏതോ ഭാഷയും പറഞ്ഞ് എന്റെ ചേട്ടനെ കൈക്കലാക്കി വെച്ചിരിക്കുക അല്ലോടി. നിന്നെ ഞാൻ വെറുതെ വിടുകയല്ല. ആ, ഈ കാര്യത്തിലെങ്കിലും നമുക്ക് നീ ഒരുമിച്ച് നിൽക്കണം ചേച്ചി. വേണോടി, വേണം. ആരും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. അതെ, ജീവിതകാലം മുഴുവൻ ഇതുപോലെ ഇവിടെ ലാവിഷായിട്ട് കൂടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സംഗതി ലാവിഷ. പക്ഷെ പാവം കോൺസ്റ്റബിൾ രുദ്രംപിള്ള നമുക്ക് വരും ജയിലിൽ കിടന്ന് ഉണ്ടതിട്ടുണ്ടാവും. അത് വല്ലവരല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. സുന്ദരി കോതല്ലേ? എല്ലാം നല്ലൊരു പിടി തന്നെ. എടാ, എനിക്കൊരു സംശയം. എന്നെ നമ്മൾ ഇന്നലെ കാറി കെട്ടിയ തള്ളയില്ലേ, അവരെന്തിനാ എപ്പോഴും ഇങ്ങനെ നോക്കുന്നത്? ഇനി അവർക്ക് നമ്മളെ മനസ്സിലായി കാണോ? മിസ്റ്റർ ദാനിയേൽ, ഒരു കിളിനാഥോ അല്ലേ? എന്റെ അമ്മേ, ദേ ഉടക്കത്തള്ള. ഈ വൃത്തിയുടെ സ്ത്രീയാണോ? അയ്യോ. ഈ മുഖം, ഈ താടി, ഈ രൂപം. തിരിച്ചറിഞ്ഞെന്നാ തോന്നണത്. അങ്ങനെ വന്ന ഞാൻ ഈ കൊരട്ടത്തള്ളയെ തട്ടും. അയ്യോ, അതൊന്നും വേണ്ട. അതിനു മുമ്പ് നമുക്ക് ഈ ഉണക്കത്തള്ളയുടെ കാല് പിടിക്കാം. പിടിച്ചോ. എന്താ ഇത്? എണീക്കൂ. എന്റെ പൊന്നു മാർഗരറ്റ് ആന്റി, ഞങ്ങളെ ചതിക്കരുത്. ഇതൊന്നും മനഃപൂർവ്വമായിരുന്നില്ല. എങ്ങനെ തുടങ്ങണമെന്ന് ഞങ്ങൾക്ക് ഞാൻ അതേ അവസ്ഥയില. കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി. പിടിക്കപ്പെട്ടു. തട്ടട്ടെ, വരട്ടെ. ആ സത്യം ഇനിയും മറച്ചു വെച്ചാൽ ഞാൻ ചെയ്യുന്ന വലിയൊരു അപരാധമായിരിക്കും. ഇപ്പൊ തട്ടട്ടെ, തട്ടാൻ വരട്ടെ. മരിച്ചുപോയ എന്റെ ഭർത്താവിന്റെ അതേ ചായയാണ് മിസ്റ്റർ ഡാനിയൽ. മിസ്റ്റർ നായർ, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാനും മിസ്റ്റർ ഡാനിയലും തനിച്ചിരുന്ന് അല്പം സംസാരിച്ചോട്ടെ. വരൂ മിസ്റ്റർ ഡാനിയൽ. യെസ്. I have to have some sugar. അയ്യോ, ഒരു മിനിറ്റ്, ഇപ്പൊ തരാം. Wait a minute for 5 minutes. അതെ, അവര് മരിച്ചുപോയ ഭർത്താവിനെ കിട്ടിയ സന്തോഷത്തിലാ. നമുക്കിവിടെ നിക്കണ്ടേ? ഇപ്പൊ ഒന്നും പൊളിക്കാൻ പോണ്ട. പിന്നെ ഒരു ഭാര്യ എന്ന നിലയ്ക്ക് അവരെന്താവശ്യപ്പെട്ടാലും നീ ഒന്ന് വഴങ്ങി കൊടുത്തേക്കാ. മാർഗരറ്റ്, കൊണ്ടുപോയി എൻജോയ് ചെയ്തോളൂ. കൊണ്ടുപോയിക്കോളൂ. ഞാനിതാ പോണേ.